കഴിഞ്ഞ ദിവസം ജെ.എസ്.ഡബ്ല്യു അവാർഡ് വേദിയിൽ മുൻ നടി ശാലിനി പറഞ്ഞ വാക്കുകൾ കാണികളായിരുന്ന പല പ്രമുഖരും അത്ഭുതത്തോടാണ് കേട്ടത്. ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമാ ലോകം ആഘോഷിച്ച നടിയായിരുന്നു ശാലിനി. ബാലതാരമായും പിന്നീട് നായിക നടിയായും ശ്രദ്ധിക്കപ്പെട്ട അഭിനേത്രി. എന്നാൽ തൻ്റെ ഒരു സിനിമ പോലും മക്കൾ രണ്ടുപേരും ഇതുവരെ കണ്ടിട്ടില്ലെന്നാണ് ശാലിനി അവാർഡ് വേദിയിൽ പറഞ്ഞത്. എൻ്റെ ഒരു സിനിമയെങ്കിലും കാണൂ എന്നാണ് മക്കളോട് എനിക്ക് പറയാനുള്ളത്. ഇതുവരെയും എൻ്റെ ഒരു സിനിമയും അവർ കണ്ടിട്ടില്ല. പ്ലാൻ ചെയ്തുവെങ്കിൽ ഓക്കെ അമ്മേ പിന്നെ കാണാമെന്ന് പറയും. ഒരിക്കൽ മകൾ എന്നോട് അമ്മ എൻ്റെ സുഹൃത്തുക്കൾ ഒരു സിനിമ കണ്ടു. കഥ കേട്ടപ്പോൾ എനിക്കിഷ്ടമായി. അലേപ്പായത് എന്നാണ് ആ സിനിമയുടെ പേര്. അമ്മയ്ക്കൊപ്പം എനിക്ക് എന്നാ സിനിമ കാണണം എന്ന് പറഞ്ഞു. അവൾ ആവേശത്തിലായിരുന്നു. എന്നാൽ ആ സിനിമ കാണാൻ സാധിച്ചില്ല. പാട്ടുകൾ കേട്ടുപോയി. ഇന്ന് ആ ഇവന്റിൽ വരുന്ന കാര്യം ഞാൻ മകനോട് സംസാരിച്ചു. അവന് ഇക്കാര്യം സംസാരിക്കാൻ താല്പര്യം തോന്നി. അവൻ അവാർഡ് ഷോയ്ക്ക് പോകുന്നു. റൊണാൾഡോയോ ബാലൻഡിയർ പുരസ്കാരം നൽകുന്ന പോലെ അമ്മ അവാർഡ് നൽകുന്നു എന്നെല്ലാം അവൻ സുഹൃത്തുക്കളോട് പറഞ്ഞു. ഇത്ര എക്സൈറ്റഡ് ആണെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ഒരു സിനിമ കൂടെ കണ്ടുകൂടാ എന്ന് ഞാൻ ചോദിച്ചു. ഓക്കെ അമ്മേ കാണാം എന്ന് പറഞ്ഞു. അത്ര മാത്രമേ ഉള്ളെന്ന് ശാലിനി പറയുന്നു. ശാലിനിയുടെ ജനറേഷനിൽ വന്ന മിക്ക നായിക നടിമാരും വിവാഹശേഷവും അഭിനയ രംഗം വിട്ടവരാണ്. ഇതേ കാലഘട്ടത്തിലെ നായിക നടന്മാരെ സൂപ്പർ താരങ്ങളുമായി. വളരെ കുറച്ച് നടിമാർക്ക് മാത്രമേ വിവാഹശേഷം ഇടവേളയ്ക്ക് ശേഷം ശക്തമായി തിരിച്ചുവരാൻ പറ്റിയിട്ടുള്ളൂ. മഞ്ജു വാര്യർ, ജ്യോതിക എന്നിവരാണ് ഇതിന് ഉത്തമ ഉദാഹരണം. വിവാഹശേഷം അഭിനയ രംഗത്ത് നീണ്ട നീണ്ട ഇടവേള എടുത്തവരാണിവർ. പ്രത്യേകിച്ചും മഞ്ജു വാര്യർ കരിയർ വിട്ട് അക്കാലത്ത് വലിയ ചർച്ചയായി. കരിയറിലെ ഏറ്റവും മികച്ച സമയത്താണ് മഞ്ജു അഭിനയ രംഗം വിട്ടത്. ഭർത്താവായിരുന്ന ദിലീപ് പിൽക്കാലത്ത് സൂപ്പർ താരമായി മാറി. മഞ്ജു അമ്മയെ കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങി. അമ്മ എത്ര വലിയ താരമായിരുന്നുവെന്ന് മക്കളായ മീനാക്ഷിക്ക് അറിയുന്നിരുന്നില്ല. ഒരിക്കൽ ഇതേക്കുറിച്ച് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി സംസാരിച്ചിട്ടുമുണ്ട്. മീനാക്ഷിയെ സംബന്ധിച്ച് അച്ഛനായിരുന്നു ഹീറോ. അച്ഛൻ ആ സമയത്ത് വലിയ താരമാണ്. ലോകം മുഴുവൻ അച്ഛന് ആരാധകരും. എന്നാൽ അമ്മ മഞ്ജു ഒന്നും ചെയ്യാതെ ഇരിക്കുന്നത് മീനാക്ഷി കണ്ടിട്ടുള്ളതെന്നും ഭാഗ്യലക്ഷ്മി അന്ന് പറഞ്ഞു. മഞ്ജു കുഞ്ഞിനെ പ്രസവിച്ച ശേഷം വന്ന ഒരു അഭിമുഖത്തിൽ ഞാൻ ഡാൻസ് ചെയ്യുമോ എന്ന് പോലും എൻ്റെ മോൾക്ക് അറിയില്ല എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴാണ് മഞ്ജുവിൻ്റെ കഴിവ് മക്കൾ അറിയുന്നതെന്നും നടി ജീജ സുരേന്ദ്രൻ ഒരിക്കൽ പറഞ്ഞിരുന്നു.